ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ആൽക്കഹോളിക് അനോണിമസിൽ എത്തിയിട്ട് ഇപ്പം 14 വർഷവും ഏതാണ്ട് 6 മാസക്കാലമായി. വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. മദ്യപാനം നിർത്തണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹവുമായിട്ടാണ് ഈ കൂട്ടായ്മയിൽ വന്നു പെട്ടതെങ്കിലും മദ്യപാനം നിർത്തൽ അല്ലെങ്കിൽ മദ്യത്തിന് വിട്ടുനിൽക്കൽ പരിപാടി എത്തിയ ദിവസം മുതൽ തന്നെ വളരെ എളുപ്പത്തിൽ സാധിച്ചതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ കുറച്ച് നാൾ മുന്നോട്ട് പോയപ്പോഴാണ് ഈ കുടി നിർത്തിയത് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, കുടിക്കാത്തൊരു ശാരീരിക അവസ്ഥ കൊണ്ട് ജീവിതം സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാത്തൊരവസ്ഥ മുമ്പിൽ വന്നു. ചുറ്റിത്തിരിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഒരു സ്പോൺസറെ കണ്ടെത്തിയത്. അദ്ദേഹം പറഞ്ഞു തന്നു, ഇതൊന്നും അല്ല, ആൽക്കഹോളിക്സ് അനോണിമസിനെ പല നോട്ടീസുകളിലും പല ബുക്കുകളിലൊക്കെ നമ്മൾ കണ്ടു. ഒരു വലിയൊരു വൃത്തവും അതിനകത്ത് 3 കൃത്യമായ അളവിൽ ത്രികോണം വരച്ച് അതിന് താഴത്ത് റിക്കവറി എന്നും ലെഫ്റ്റ് സൈഡിൽ യൂണിറ്റി എന്നും റൈറ്റ് സൈഡിൽ ഒരു സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എംബ്ലം ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വിശദീകരണം എന്ന നിലയിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പം മനസ്സിലാക്കുകയും ചെയ്തു. ഇത് മോചനമാണ്, മറ്റത് ഐക്യമാണ്, സേവനമാണെന്നൊക്കെ. പക്ഷേ ഒന്നും ഒരു തലയ്ക്ക് ഒരു വെളിവില്ലാത്ത മാതിരി ഇതൊക്കെ കുറേ കേട്ടു എന്നല്ലാതെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഭാഗ്യവശാൽ ചില കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള താല്പര്യം പണ്ട് മുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നതാണ്. ഏതായാലും ആ ഒരു മോചനത്തിൻ്റെ കാര്യം എന്തിനും അങ്ങനെയാണല്ലോ, ഒന്നും എഴുതാതെ എത്ര പൂജ ഇട്ടിട്ടും കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ആ റിക്കവറിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത്. സ്പോൺസർ എൻ്റെ ലിറ്ററേച്ചറുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കാൻ സഹായിച്ചു. സുബോധ ജീവിതം, ബിഗ് ബുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ സഹായിച്ചു. പടികളിലേക്ക് പ്രവേശിച്ചു. ജീവിതം ഏതാണ്ട് ഒരു പുതിയ അന്തരീക്ഷത്തിൽ സന്തോഷവും സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കാൻ തുടങ്ങി, മുന്നോട്ട് പോയി. പക്ഷേ ഗ്രൂപ്പിലുള്ള പലതരത്തിലുള്ള അസ്വസ്ഥതകൾ എന്നെ വല്ലാതെ വേട്ടയാടി എന്നുള്ളതാണ്. അപ്പോഴാണ് പലരും പറഞ്ഞത്, ഇങ്ങനെ നടന്നാൽ പോരാ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു നടന്നു. അങ്ങനെ പലരും ഇൻ്റർഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടു. പക്ഷേ എവിടെയും ഒന്നും പോകാനൊന്നും താല്പര്യം തോന്നിയില്ല. എൻ്റെ സ്പോൺസർക്കാണെങ്കിൽ സർവീസിൽ വലിയ പരിചയമുള്ള ആളുമല്ല. എന്തോ ദൈവം എന്നെ സൃഷ്ടിച്ചതുപോലും അതിനാണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മറ്റ് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇടപഴകിയപ്പം അവർക്കെല്ലാവർക്കും ഈ ഇൻ്റർഗ്രൂപ്പും പരിപാടികളൊക്കെ ആയിട്ട് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ ചുമ്മാ വന്ന് ഇരിക്കാൻ പറ്റുകയില്ല, അതിന് ചില രീതികളൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊരു IGR ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ വല്ല സേവകനായിട്ടൊക്കെ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ അതിനും ദൈവം അവസരം തന്നു. ശനിയാഴ്ചകളിൽ ഞങ്ങളുടെ നാട്ടിൽ അന്നേരം ആ കാലത്ത് വലിയ ഗ്രൂപ്പില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2-3 ചെറുപ്പക്കാരായ കല്യാണം കഴിക്കാത്ത 3 സുഹൃത്തുക്കൾ ചേർന്ന് അങ്ങനെ ശനിയാഴ്ച ആദ്യം ഒരു ഗ്രൂപ്പ് അവിടെ സ്ഥാപിച്ചു. അതിന് പ്രത്യേകിച്ച് കാരണം ഉണ്ടായിരുന്നു. മറ്റ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായവും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഏതായാലും ആ ഗ്രൂപ്പ് തുടങ്ങിയപ്പം ഒരു ഹോം ഗ്രൂപ്പ് എന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടി അപ്പോഴേക്കൊക്കെ ഇച്ചിരി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റി. അങ്ങനെ ആദ്യമായിട്ടൊരു ഹോം ഗ്രൂപ്പ് സങ്കല്പത്തിൽ ആ ഗ്രൂപ്പിൽ പ്രവേശിച്ചു. തുടർന്നൊരു IGR എന്നുള്ള രീതിയിൽ ഞാൻ അന്നത്തെ ആദ്യത്തെ ഇൻ്റർഗ്രൂപ്പിൻ്റെ സംരംഭത്തിൽ ഞാൻ പങ്കാളിയായി. വളരെ എളുപ്പത്തിൽ തന്നെ ആ പരിപാടിയുമായിട്ട് ഇഴകിച്ചേർന്നു. അങ്ങനെ IGR എന്നുള്ള പ്രവർത്തനം വളരെ സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ എല്ലാം ഇവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ഹോം ഗ്രൂപ്പ് സങ്കല്പം എന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 3ാമത്തെ തേർഡ് ലെഗസി എന്ന് പറയുന്ന സർവീസിലേക്ക് എന്നെ കാലെടുത്ത് വയ്ക്കാൻ എന്നെ സഹായിച്ചു. അപ്പം വാസ്തവത്തിൽ മറ്റ് ഗ്രൂപ്പുകളൊന്നും ശരിയില്ല എന്ന് പറഞ്ഞ ഞാൻ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പാരമ്പര്യങ്ങൾ രൂപപ്പെടുത്തിയത്, BW എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. പടികൾ വ്യക്തിപരമായ മോചനത്തിനും പാരമ്പര്യങ്ങൾ കൂട്ടായ്മയുടെ ഐക്യത്തെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നതാണ് എന്ന് കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലായി. പാരമ്പര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായ ഒരു മനസ്സിലാക്കൽ ഞാൻ ശ്രമിച്ചു. വാസ്തവത്തിൽ ഒരു മതിയായൊരു സുബോധാവസ്ഥ സേവനത്തിലേക്ക് കടക്കുമ്പോൾ ഏത് സേവന ഘടകത്തിലേക്ക് കടക്കുമ്പോഴും ഒരു മാൻഡേറ്റായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഒരു യോഗ്യതയായിട്ട് മുന്നിൽ പറയുന്നതായിട്ട് കേട്ടു. അങ്ങനെ അത് എന്നെ പിന്നീട് ചിന്തിച്ചപ്പോൾ എനിക്ക് വലിയ സംതൃപ്തി നൽകി. കാരണം ഞാനൊരു സ്പോൺസറെ കണ്ടെത്തുകയും പടികളിലൂടെ സഞ്ചരിക്കുകയൊക്കെ ചെയ്തത്
ഒരു മതിയായൊരു സുബോധാവസ്ഥയ്ക്കുള്ള ഒരു കാര്യമായിട്ടത് ഉപകരിച്ചു. സേവനത്തിൽ നിൽക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, അവിടെ ചെന്നിട്ടും നമ്മൾ ഈ കുടിച്ച കഥകളും മറ്റുള്ളതൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ മുഷിപ്പിക്കാൻ നിൽക്കരുത്. ആൽക്കോളിക്സ് അനോണിമസിനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വൃത്തത്തിൽ മൊത്തമായിട്ട് കണ്ടുകൊണ്ട് ഇനി വരാനിരിക്കുന്ന ആളുകൾക്കുള്ളൊരു സന്ദേശം നൽകുന്ന, അതിന് സഹായിക്കുന്ന ഒരു നടപടിക്രമങ്ങളിൽ ഒരു വലിയ ഒരു ഭാഗത്തിൻ്റെ ചെറിയൊരു അംശമായിട്ട് ഞാൻ ചേർന്ന് നിന്നു എന്നുള്ളതാണ്. ഇല്ല, ആ ഒരു യാത്ര ആരംഭിച്ചു. അങ്ങനെ ഞാൻ അവിടുത്തെ ഇൻ്റർഗ്രൂപ്പിൻ്റെ ഭാഗമായി IGRൽ നിന്ന് മാറി ഇൻ്റർഗ്രൂപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി തലങ്ങളിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റി. അങ്ങനെ അത് മുന്നോട്ട് പോയി. അങ്ങനെയാണ് ആൽക്കോളിക്സ് അനോണിമസിൻ്റെ ജനറൽ സർവീസിൻ്റെ കോൺഫറൻസ് ഡെലിഗേറ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റി, സേവകനായിട്ട് പോകാൻ പറ്റി. പിന്നീട് മലബാർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി, തുടർന്ന് ഏരിയ കമ്മിറ്റിയുടെ ചെയർമാനായി. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഈ സേവന മേഖലകളിൽ കടന്നപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, ഒരു സ്റ്റൂള് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഈ സ്റ്റൂളിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 കാലുകളെങ്കിലും വേണം. ഇതിലേതൊരു കാല് നഷ്ടപ്പെട്ടാലും സ്റ്റൂളിന് താഴെ വീഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാലുകൾക്കും തുല്യമായ പ്രാധാന്യമുണ്ട്. അപ്പം ഈ റിക്കവറി യൂണിറ്റി കഴിഞ്ഞിട്ട് സേവനത്തിലേക്ക് കടക്കുമ്പം സേവനത്തിനെ സഹായിക്കുന്നതിനാണ് BILW 12 സങ്കല്പങ്ങൾ കൃത്യമായിട്ട് രൂപപ്പെടുത്തിയത്. നിർഭാഗ്യവശാൽ നമ്മളവിടെ കോൺഫറൻസിനൊന്നും അതത്ര വലിയ പ്രാധാന്യമായിട്ട് നമ്മൾ കൊണ്ടു നടക്കാറില്ല. പക്ഷേ ലോക സേവനത്തിന് അല്ലെങ്കിൽ വേൾഡ് സർവീസിന് വേണ്ടിയിട്ടാണ് 12 സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്. നമുക്കിവിടെ ഉപകരിക്കുകയൊക്കെ ചെയ്യും. വേണമെങ്കിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, വളരെ ആധികാരികമായിട്ടും വളരെ ഭംഗിയായിട്ടൊക്കെ ആ രീതിയിൽ എനിക്ക് സേവനം ചെയ്യാൻ പറ്റാനുള്ളൊരു പ്രധാന കാരണം, എൻ്റെ വ്യക്തിപരമായ ജീവിതം സമാധാനപരമായിട്ട് നിലനിർത്താൻ പടികൾ എന്നെ സഹായിച്ചത് തന്നെയാണ്. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, ഞാൻ പലപ്പോഴും അവിടെ അത് ചെയ്തു ഇവിടെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ വിളമ്പേണ്ടി വരും. നേരെ മറിച്ച് ഈ ഒരു കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ എനിക്ക് സാധിച്ചു. കൂടാതെ പടികളിൽ പറഞ്ഞ തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുക, മറ്റുള്ളവരോട് ക്ഷമ പറയുക എന്നുള്ള പടികളൊക്കെ കുറച്ച് ആഴത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ഈ സേവനത്തിലുള്ള എൻ്റെ ആ ഒരു സമയം എന്നെ ഒരുപാട് സഹായിച്ചു എന്നുള്ള. ചെറിയ ചെറിയ തെറ്റുകൾ വരുമ്പം ഏക്കാരോട് ക്ഷമ പറയാനും അതിനെ മാപ്പ് പറയാനൊക്കെ എന്നെ സഹായിച്ചു. അത് കുടുംബത്തിൽ ചെറിയ രീതിയിലൊക്കെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. അപ്പോഴാണ് എൻ്റെ സ്പോൺസർ, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവില്ലാത്തതുകൊണ്ട് ഞാൻ സർവീസിന് വേണ്ടി മറ്റൊരു സ്പോൺസറെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചു. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, പടികൾ പ്രാക്ടീസ് ചെയ്യാനും സേവനത്തിലേക്ക് കടക്കുന്നത് വളരെ വലിയൊരു സഹായകരമായിരിക്കും. അങ്ങനെ സർവീസിലൂടെ സഞ്ചരിച്ചപ്പം എനിക്ക് പടികളിലൂടെ സഞ്ചരിക്കാൻ കുറച്ചും കൂടി അതിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനൊക്കെ എന്നെ സഹായിച്ചു. ഇന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, ഈ ഒരു ദൈവം എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നിപ്പം ഞാൻ മദ്യപിച്ചതുപോലും എത്ര നല്ലൊരു കാര്യമായിരുന്നു എന്ന് ഞാനിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് നന്ദിപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. കാരണം അല്ലാതിരുന്നെങ്കിൽ എനിക്ക് ഒരാളോട് പോലും എനിക്ക് എന്താ പറയുക, സമാധാനത്തോടു കൂടി സംസാരിക്കാനോ പെരുമാറാനോ എനിക്ക് കഴിയില്ലായിരുന്നു. അത്രയ്ക്കും വൈകാരികമായിട്ട് പ്രയാസമുള്ള ഒരാളായിരുന്നു ഞാൻ. ഇന്ന് എവിടെ വേണമെങ്കിലും എനിക്ക് സംസാരിക്കാനും ആളുകളോട് പെരുമാറാനും ഒരു മനുഷ്യനാവാനും എന്നെ സഹായിച്ചത് ആൽക്കോളിക്സ് അനോണിമസിൻ്റെ ഈ സർവീസിലുള്ള ഒരു പരിചയവും അതിനുള്ള ഒരു അവസരവുമാണ്. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സുബോധത്തിൻ്റെ നല്ല നാളുകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി.